7 and 8. We will read it together. 130 സങ്കീർത്തനം. ഉള്ളം താളർന്നേറ്റവും ആശയാറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ടായെങ്ങുമേ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പാമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ ചേർക്കാം നിന്നെ വീട്ടിൽ. 130 സങ്കീർത്തനം വായിക്കുന്നു. അതിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങൾ നോക്കെയും വീണ്ടെടുക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, അവനൊരു വിടുതലിനായി കാത്തിരിക്കുന്നവർ, ദൈവത്തിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർ ഇന്ന് പകലിൽ അവൻ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴത്തിൽ നിന്ന് യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. നീ ഞങ്ങളെ വിടുവിപ്പാൻ, ഞങ്ങളെ സഹായിപ്പാൻ വേഗം വരണമേ. അവന്റെ കൃപയ്ക്കായി യാചിക്കുന്നവർ ഇന്ന് പകലിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്നെങ്കിൽ ആമേൻ, അവൻ വിടുതൽ നൽകുക തന്നെ ചെയ്യും നിശ്ചയം. ആ വിശ്വാസമുള്ളവർ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് ആനന്ദിക്കണം, ആമേൻ, ആശീർവദിക്കണം, ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Last week, we had our SFC family, North American Family Conference in Dallas, and some of us were able to join, and some they could not, but we missed you. It was a blessed conference, and those who joined and those who partake, it was a blessing for everyone. I have heard it, and thank the Lord for that opportunity. And God has protected us while we were traveling back and forth and back. And thank the Lord for God's protection. കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിച്ചല്ലോ. പ്രത്യേക കോൺഫറൻസിൽ നിന്ന് കടന്ന് വന്ന് പങ്കെടുത്ത് മടങ്ങിപ്പോയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാണി വർഗീസ്, he is a pastor at Sharon Fellowship Church in Kansas. That family were driving, and on the way they had an accident, but God has protected them. Some of you may have seen that picture. It was a terrible accident, but God protected them. കർത്താവ് അവരെ പ്രൊട്ടക്ട് ചെയ്തു, അവരെ സൂക്ഷിച്ചു. And I've talked with Pastor Mani, and he is doing okay.
and he preached to us in some of our fasting prayer, so you may remember him. So continue to pray for them, and they are going through some struggle situation. I have Sharon Fellowship of SFCNA requested some an announcement that we will do the announcement later for that. So continue to pray for that family and the ministry of Pastor Mani Varghese in Kansas. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സഹായിക്കട്ടെ, അവരെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. നമ്മളെയും കർത്താവ് സൂക്ഷിച്ചുവല്ലോ. കടന്നു വരാൻ കഴിയാതെ വരെ ഞങ്ങൾ മിസ് ചെയ്തു. കർത്താവ് നിങ്ങളെയും അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് ഇന്ന് പകലിൽ ബലപ്പെടുത്തുമാറാകട്ടെ. I want to extend my greetings to everyone, those who are joined here. ഇന്ന് പകലിൽ കടന്നു വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ വന്ദനം പറയുന്നു. സ്തോത്രം. ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രിയ സണ്ണിച്ചായന്റെയും അമ്മയുടെയും ഒരു ഫ്രണ്ട്സ് ആണ് പ്രിയ മോളി ആന്റി, and she's from Kottayam. Thank you Auntie for worshiping with us. കർത്താവിന്റെ ദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആന്റിക്ക് പ്രത്യേകാൽ ഞങ്ങളുടെ ദൈവസഭയുടെ വന്ദനം പറയുന്നു. സ്തോത്രം. മക്കളെ വിസിറ്റ് ചെയ്യുകയാണ്. ആൻഡ് അമ്മാമ്മയുടെ മകൻ പ്രിയ സണ്ണിച്ചാൻ്റെ അമ്മാമ്മയുടെ നല്ലൊരു ഫ്രണ്ടാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയ ആൻറ്റിയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ജോസായ, I saw you here and thank you for being with us. He moved to Sean, right? Sean, he moved from Florida to Houston, and he's going to continue his studies here. We welcome you. Whenever you get a chance, come and join with us, okay? We are glad to see you here. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. എല്ലാവർക്കും ഞാൻ പ്രത്യേകാൽ വന്ദനം പറയുന്നു. I missed you last Sunday, even though we had a blessed worship there, but as a pastor, I missed you last Sunday. But thank the Lord for one more day, one more chance that God has gave us to come together in the house of the Lord this morning. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്കൊരു മെസ്സേജ് ഇപ്പോൾ കിട്ടി. In the beginning our AC was not working. We had some problem in that in electric post, but they came and fixed. But it still it takes some time to cool. പക്ഷേ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു നാട്ടിൽ ആരാധിക്കുന്ന ഒരു സുഖം പോലെ തോന്നിയെന്ന്. കാരണം ചെറിയൊരു ചൂടും ഒക്കെ. സോ അതുകൂടെ ഉള്ളത് ഇടയ്ക്കുള്ളത് നല്ലതാ. അത് മറന്നു പോകാതെ ഇതിരിക്കുന്നത് നല്ലതാ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് നല്ല ടെമ്പറേച്ചറിൽ ആരാധിപ്പാനൊക്കെ ലഭിച്ചത് ഒരു ബ്ലെസ്സിങ് അല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റിയാ. അത് കിട്ടിയിട്ട് നമ്മൾ മൗനമായിട്ട് ഇരിക്കരുത്. സ്തോത്രം. ഇതുപോലും ഇല്ലാതെ, ആലയം പോലും ഇല്ലാതെ സ്തോത്രം ആരാധിക്കുന്നവരുണ്ട്. AC ഇല്ലാത്തവരുണ്ട്, ഫാൻ ഇല്ലാത്തവരുണ്ട്. എങ്കിലും ഹല്ലേലൂയ 3 മണിക്കൂറും 4 മണിക്കൂറും നടന്നു വന്ന് ആരാധിക്കുന്നവരുണ്ടെന്ന് പ്രിയ കുര്യൻചാനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലേക്ക് നടന്നു വന്ന് ആ ഒരു ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ദൈവമക്കളെ കാണുവാൻ വരുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ഈ സാവകാശത്തിനുമായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് മൗനമായിരിക്കാതെ, ഒരു നിമിഷം പോലും മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, every day, every Sunday, in every meeting we are preaching from one book. ഇല്ലേ? നമ്മൾ ബുക്കുകൾ മാറുന്നില്ല, നമ്മുടെ ഐഡിയോളജീസ് വേറൊന്നും നമ്മൾ മാറുന്നില്ല. We are preaching from one book, but it has the power to give you life. Praise the Lord. This book, the Bible, has the power to speak to your life, and Bible has the power to give you life in your situation, in the season that you are going through. Let me tell you this: if you are in the secular world, if you are looking to a healing person, those who need inner healing, there are particular book, right? Praise the Lord. Those who are going through grief, they have particular book. I'm a chaplain, so I refer to some book for the people, those who are going through grief, to read so that they can comfort in that season, in that situation of our life. But as a servant of God, I can refer only one book who can speak to the entire season of your life. Amen. Your journey might be 50 years or 65 or 85 or 90 or 100 or 105. But let me tell you, you don't have to lean on any other books or secular books in this world. You have one book that can speak to your every realms of your life, and that is the Word of God.
How many of you are happy this morning? And you can carry that word and you can speak that word. And I am preaching from that word this morning, and I believe this word can speak to our life and it can give life to our situations. Amen. Praise the Lord. Look at here, the psalmist, he is telling, praise the Lord. And I was expecting two people were praying this morning, and I thank Solomon Jan for doing it. So that I can get some more time to to share from the word from Psalms at least this morning. So Prasad Jan prayed this morning, right? Praise the Lord. And thank the Lord for everyone, those who are gathered here one more time. Psalms 130 that we read this morning. And the psalmist is crying to the Lord out of the depth. Amen. The innermost part of his life condition. From that distress moment, the psalmist, he is crying to the Lord. Let me tell you this. Whenever there is such kind of situation comes to our life, it speaks directly to our situation. That is the beauty of the word of God. Praise the Lord. It speaks directly to our situation. We can relate to it, right? നമ്മൾ പല ഉദാഹരണങ്ങളും ഞാനും പല ഉദാഹരണങ്ങൾ പറയുമ്പോൾ as a preacher I have to be very conscious that I can relate it to you, right? Praise the Lord. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നതെല്ലാം നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോകും, അല്ലേ? Praise the Lord. Something that we cannot grasp. But the beauty of the word of God, it can speak directly to our situation. If you read, open and read, it can speak to our situation. The psalmist is telling, I am in the depth. Hallelujah. I am in a distress moment. You know what the psalmist is doing? The psalmist is doing, I'm not keeping silent. I'm not quiet, but I am crying unto the Lord. There's something that you can do in your distress moment. The beautiful thing, the one good thing that you can do when you are going through a distress moment, that you can cry unto the Lord. യഹോവയോട് നിലവിളിക്കുക, ആഴത്തിൽ കിടന്ന്, അല്ലേ? അങ്ങനെ ഒരു ആഴത്തിൽ കിടക്കുന്നവർ പലരും മൗനമായി സംസാരിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുമ്പോൾ, praise the Lord, hallelujah, സങ്കീർത്തനക്കാരൻ പറയുക, ആഴത്തിൽ നിന്ന് ഞാൻ യഹോവയോട് എന്ത് ചെയ്യുക? നിലവിളിക്കുക. I am crying out to the Lord. That is verses 1 and 2. And verses 3 and 4 it says, I am confessing my sin. Praise the Lord. The word of God says there is no one righteous in this world, right? Even though you did not remember any sin or any wrongdoings in your life, the word of God says you are not a righteous man. But what we have to do, the psalmist is doing, I am confessing my sin. Praise the Lord. And he says in verses 3, if you, Lord, if you're going to consider my iniquities, who can stand in front of the Lord? No one can. Praise the Lord. Let me tell you this. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. Praise the Lord. എന്നോട് ആരെങ്കിലും ഒരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഞാനത് മറന്നുപോകും. Praise the Lord. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ I'm going to remember this and I'm going to do the exactly same. അവരെന്നോട് അന്ന് എങ്ങനെ കാണിച്ചോ എനിക്കത് അവരോട് അങ്ങനെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലേ? എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നോട് എങ്ങനെ കാണിച്ചോ അതുപോലെ ഞാൻ കാണിക്കാൻ. പക്ഷെ ആ സമയം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പിന്നെയും ഞാൻ ചിലപ്പോൾ ഇതേ കുഴിയിൽ തന്നെ ചെന്ന് ചാടും. അന്നേരം ഞാൻ വീണ്ടും എന്നോട് തന്നെ പറയും, ഞാൻ ഞാൻ മനസ്സിൽ വെച്ചത് ഇത് എഴുതി വെക്കണമെന്ന്. പക്ഷെ നമ്മൾ എഴുതി വെക്കാറുണ്ടോ? We do not. We forget. Let me tell you about something God always does is God always writes everything. Praise the Lord. God has a book in his possession, the book of remembrance, ഓർമ്മയുടെ പുസ്തകം. God everything right. But the psalmist is saying the beauty of our Savior, that he did not remember our sin. Praise the Lord. He did not, remember our iniquities. നമ്മുടെ അകൃത്യങ്ങളെ അവൻ ഓർമ്മ വെക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയുക, ആഴത്തിൽ കിടന്ന് ഞാൻ നിലവിളിക്കുമ്പോഴോ എന്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. എന്നാൽ എന്റെ അകൃത്യങ്ങളെ ഓർമ്മ വെക്കാതെ എന്നോട് ദിനം തോറും കരുണ കാണിക്കുന്ന ദൈവ സ്നേഹത്തിന് ഇന്ന് പകലിൽ ഞാൻ നന്ദി പറയുക. Praise the Lord. God will not remember our iniquities. അത് അടുത്ത വാക്യത്തിൽ പറയും. That is verses 4. It says, but there is forgiveness with you. എന്തുണ്ട് അവന്റെ പക്കൽ?
വിമോചനമുണ്ടെന്ന്. Praise the Lord. Always we can run back to our heavenly Father because there is forgiveness with him. Praise the Lord. പലപ്പോഴും നമുക്ക് ആമേൻ ഹല്ലേലൂയ forgive ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് മോർണിംഗിലും this morning you are in the presence of the Lord. You are alive and God gave you amen healthy leg and healthy hand and God gave you voice and if you are still breathing, let me tell you this, amen, God is a forgiving God and what's the confidence that we have this morning? എന്ത് ധൈര്യമാണ് നമുക്കുള്ളത് ഇന്ന് പകലിൽ ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ? വചനം പറയുന്നത് അവന്റെ പക്കൽ എന്തുണ്ട്? വിമോചനമുണ്ട്. There is forgiveness. Hallelujah. And number 3 verses 5 and 6 it says I am waiting on the Lord. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുക? ഞാൻ കാത്തിരിക്കുകയാ. Amen. Keep cry out and keep standing on his salvation. What we can do is, let me tell you, Jesus Christ came to this world and he gave his life. He shed his blood for us and he gave us the salvation. And there we cannot compare anything with that salvation. No, human works, nothing. We able to compare with that salvation, and that salvation of Jesus Christ will never fail. Le avante raksha orikkelum endu cheyidu pothilla. ആമേൻ. അതിന്റെ പവർ കുറഞ്ഞു പോകത്തില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് പകലിൽ അപ്പാ എൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെക്കാതെ എന്നോട് കരുണ തോന്നണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പക്കൽ വിമോചനം ഉള്ളത് കൊണ്ട് നമ്മെ വിടുവിപ്പാനും നമ്മെ കരം പിടിച്ച് ആഴത്തിൽ നിന്ന് പുറത്തു കയറ്റുവാനും ദൈവത്തിന് കഴിയും. So what we have to do, keep on standing on his salvation. And verses 7 and 8 it says, increase in faith. Praise the Lord. Increase in faith. Keep looking for the Lord to help. Keep looking for the Lord to help. അവസാനത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ഇസ്രായേലേ യഹോവയിൽ എന്ത് ചെയ്യണം? പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രായേലിന്റെ അവന്റെ അകൃത്യങ്ങൾ നോക്കുകയും എന്ത് ചെയ്യും? Praise the Lord. Keep on cry out. Keep on standing on the salvation of the Lord and keep on seeking Lord's help. ഇന്ന് പകലിൽ മടുത്തു പോകണ്ട. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ലേ, ഇപ്പോഴും ആ വിഷയം തന്നെ ഫേസ് ചെയ്യുന്നു. But let me tell you, keep on standing on God's salvation. യഹോവയുടെ രക്ഷയിൽ ഇന്ന് പകൽ ഉറച്ചു നിൽക്ക്. വിശ്വാസത്തോടെ ഉറച്ചു നിൽക്ക്. എത്ര വലിയ ആഴമാണെങ്കിലും എൻ്റെ ദൈവത്തിന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ആഴമില്ല. ഏത് കുഴിയിൽ കിടന്നാലും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Everybody thought that Joseph's story was end. It was destroyed. But even in that pit, hallelujah, God of the heaven, he came down and Joseph said, my God, my Savior, he did not forget me. എല്ലാവരും എന്നെ മറന്നു പോയപ്പോഴും കുഴി കിടന്നപ്പോഴും എന്നെ മറന്നു പോകാത്തൊരു നല്ല ദൈവമുണ്ടെന്ന്, ആ ദൈവമാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്ന് നിർത്തിയത്. യോനയോട് ചോദിച്ചു നോക്കിക്കേ. Let us ask Jonah and he may say, I was in the deep pit. I was in the distress. I cry out to the Lord. I was in the depth of the sea, but I cried out and God has rescued me. Praise the Lord. So what we have to do, keep on trusting the Lord. What we have to do, എല്ലാവരും ഒന്ന് പറഞ്ഞേ, I will keep on trusting the Lord. Amen. I will keep on trusting the Lord. Number 1, keep cry out. Keep cry. Don't be quiet. Don't be quiet. Amen. Hallelujah. Keep cry out. Number 2, keep standing on the salvation of the Lord. You don't have to worry. You don't have to look for another resource. Let me tell you, God is our resource and his salvation will never fail. Keep on standing on his salvation and keep on seeking Lord's help. ദൈവത്തിന്റെ വിടുതലായി പ്രാർത്ഥിക്ക്. നിന്റെ അടുത്ത സീസണിൽ, നിന്റെ അടുത്ത സിറ്റുവേഷനിൽ, നിന്റെ അടുത്ത ദിവസം നിന്നെ നടത്തുവാന്റെ ദൈവം ആമേൻ മതിയായവനാ.
അതുകൊണ്ട് ആ പാട്ടിന്ന് രാവിലെ ഞാൻ പാടിയത് അങ്ങനെയാ. ആമേൻ, ഹല്ലേലൂയ. ഉള്ളം തളർന്ന് ഏറ്റവും ആശ അറ്റി കിടക്കുമ്പോഴോ യേശു കർത്താവ് പറയുന്നത് എന്തറിയാമോ? ആമേൻ, my salvation still is strong. Hallelujah. He said, ആമേൻ, look unto the cross and the blood. ക്രൂശിലെ രക്തം കാണിച്ചിട്ട് പറയുക, ആമേൻ, ആമേൻ, രക്ഷിപ്പാൻ കഴിയാതെ വേണം എന്റെ കരം കുറുതായി പോയിട്ടില്ല. എത്ര വലിയ വിഷയമാണെങ്കിലോ ആമേൻ, ഇന്ന് പകല ക്രൂശിലെ രക്തം നോക്കി കഴിഞ്ഞാൽ പറയൂ, that blood on the cross is my answer. That blood on the cross it can still speak to my situation. Amen. And it can still deliver me from my circumstances. Keep on trusting the Lord. The Lord is our help. Can I have the worship team on the stage? We're going to worship the Lord this morning. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞേ, Lord, from the depth of my situation, it is very deep. Pastor, you do not know how deep is my situation. That might be correct. I might not be able to understand the depth of your situation, but let me tell you, there is no depth that the Lord cannot reach. Keep on trusting the Lord. Keep on standing on His salvation. His salvation will never fail. And our God is good, still good. Amen. If you believe, come on, raise your hand and give glory to God. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. We're going to sing songs and we're going to worship with the worship team. Amen.